ഇന്നലെ വന്നൊരു വാർത്തയായിട്ടോ, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. 21 വയസ്സുകാരി ഭക്ഷണം പോലും കിടക്കാണ്ട് മുറിയിൽ വരെ പൂട്ടിയിട്ടേക്കാണ്. അത് എന്തിന്റെ പേര്? സ്ത്രീധനത്തിന്റെ പേരിൽ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സ്ത്രീധനം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ ഈ നമ്മുടെ കേരളത്തിലെ പുരുഷന്മാര് സ്ത്രീകളും വിവാഹം കഴിക്കത്തില്ലേ? അത് മാത്രമല്ല, നമ്മളൊക്കെ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം മൂലം നമ്മൾ പെൺകുട്ടികളുള്ള വീട്ടിൽ കേട്ടിട്ടുണ്ടായിരിക്കും, നീ പെങ്കൊച്ചാണ്, നീ ഒച്ച കുറച്ച് സംസാരിക്കും, നീ പെങ്കൊച്ചാണ്, നീ അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കണം, നീ ഇത് ചെയ്യണം, കാരണം നീ നാളെ അന്യ വീട്ടിൽ പോകാനുള്ളതാണ്, നീ ഇവിടുത്തെ അല്ല, നീ അന്യ വീട്ടിൽ പോകാനുള്ളതാണ് എന്നൊരു കാര്യം പേരൻസ് തന്നെ പലപ്പോഴും കുട്ടികളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നത്. ആൺകുട്ടിയാണോ നീ ഈ വീട്ടിലേക്കുള്ളതാണ്, പെൺകുട്ടിയാണോ നീ ഇവിടേക്കുള്ളത്, നീ അന്യ വീട്ടിൽ പോകാനുള്ളതാണ്. അതായത് ഇങ്ങനൊരു സംഭവം മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് കഴിയുമ്പോഴും പല കാര്യങ്ങളും വീട്ടിൽ പറയാൻ തന്നെ പെൺകുട്ടികൾ ഭയക്കും. എന്തുകൊണ്ടാണ്? അതായത് വീട്ടുകാരെന്തോ പറയും, അന്യ വീട്ടിലേക്ക് പോകാനുള്ള സംഭവം അവരുടെ കുട്ടികളുടെ മനസ്സിൽ ഇഞ്ചെക്ട് ചെയ്യും. ഇപ്പോൾ സമൂഹത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാ വീട്ടിലും അങ്ങനൊന്നും അല്ല, എങ്കിരുന്നാലും പലയിടത്തും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, മാരേജ് ഒക്കെ പിന്നത്തെ കാര്യം. ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയത് നിങ്ങൾക്ക് എന്ന് ഉറപ്പുമായിരുന്നു, അതിനുശേഷം മാത്രം നിങ്ങൾ മാരേജിനെ പറ്റി ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ആരും പിടിച്ചിടാൻ പോകുന്നില്ല. കാരണം ഇന്നിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നേരിടാൻ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആദ്യം ഇൻഡിപെൻഡന്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അതിനുശേഷം മതി ബാക്കി എല്ലാ കാര്യവും. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരത്തില്ല.